ഇന്ന് ചില റെസ്റ്റോറൻ്റൊക്കെ കുറച്ച് ഭയങ്കര പോഷായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചില സ്ഥലങ്ങളിൽ വെള്ളിയുടെ പാത്രത്തിൽ ഭക്ഷണം നൽകുക, വെള്ളിപ്പാത്രം, അല്ലെങ്കിൽ സ്വർണം കോട്ടഡായിട്ടുള്ള രൂപത്തിലുള്ള സ്വർണ്ണ പാത്രങ്ങൾ, സ്വർണം ഗോൾഡ് കോട്ടഡ് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതിൽ ഭക്ഷണം വിളമ്പുക, അത് നമുക്ക് അനുവദനീയമാണോ? നമുക്ക് അനുവദനീയമല്ല. അതാണ് ഇന്നല്ലദീ യഅകുലു ഫീ ആനിയതി الذهب والفضة إنما يجرجر في بطنه النار. ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ ഭക്ഷിക്കാൻ നമുക്ക് പാടില്ല. മാത്രമല്ല, ഈ പാത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഇസ്രാഫ് പാടില്ല. കാരണം എന്താ, ഇവിടെ ഒരുപാട് നമ്മളെപ്പോലെ വിശപ്പുള്ള ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്ന ഭൂമിയാണിത്. പടച്ചോൻ തന്ന അനുഗ്രഹങ്ങളെ ഹലാലായ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതിലെന്ത് വേണം? മിതത്വം വേണം. പാവപ്പെട്ടവന് അവൻ്റെ ഹൃദയം പൊട്ടുന്ന രൂപത്തിൽ പണക്കാരൻ എന്ത് ചെയ്യാൻ പാടില്ല? അവൻ്റെ പണം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സ്വർണ്ണപാത്രങ്ങളിലോ വെള്ളിപ്പാത്രത്തിലോ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വിലക്കപ്പെട്ട കാര്യമാണ്, ചെയ്യാൻ പാടില്ല. ഒന്ന് പോയി കഴിച്ചൊക്കെ എന്നാലും എല്ലാവരും പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വർണ്ണപാത്രം അല്ലെങ്കിൽ വെള്ളിപ്പാത്രം അത് നരകം നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലെയാണ് അതിൽ ഭക്ഷിക്കുന്നത് എന്ന്. കാരണം ഞാറാണ്, തീയാണ് നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുരുതരമായ തെറ്റാണ്. മാത്രമല്ല അത് ചേരാത്ത, കാരണം ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുന്ന വേളയിൽ അത്തരത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയുള്ള ദൂർത്ത് കാണിക്കുക. സ്വർണത്തിൻ്റെയും വെള്ളിൻ്റെ ഒക്കെ പാത്രം തിന്നാൻ ആൾക്കാർക്ക് കിട്ടാത്തടത്ത് സ്വർണ്ണപാത്രത്തിൽ വെള്ളിപ്പാത്രത്തിലൊക്കെ തിന്നാന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പങ്ക് ഭക്ഷിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. നമ്മളെപ്പോഴും അതിന് ഇന്ന സമയമെന്നില്ല. അത് വേണമെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ വീട്ടിലൊക്കെ സ്ത്രീകൾ ഉച്ചഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആണെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കിയ ഒരു 3-4 കണ്ടെയ്നർ അവർക്ക് അധികം പാക്ക് ചെയ്യാൻ പറ്റും. അതുവാണെങ്കിൽ പുറത്തേക്ക് ഒന്ന് വാഹനം എടുത്തിറങ്ങിയാൽ വളരെ പാവപ്പെട്ട ആൾക്കാരെ കാണാൻ അവർക്ക് കൊടുത്ത ഒരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ വരെ ചെയ്യാം. ഞാൻ പറയുന്നത് ഇത്താം എന്ന് പറയുന്നത്, ഭക്ഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ദൂർത്തുകൾ നമ്മൾ ഒഴിവാക്കി നമുക്ക് പാടില്ല. അത് അനുവദനീയമല്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉള്ളതുകൊണ്ടാവും ചോദ്യം വന്നു. അല്ലാഹു ആലം, നമുക്കറിയില്ല.